വേറുകാരും ഈ പാലക്കാട് MLA-ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം തെരുവ് പട്ടിയുടെ പ്രശ്നം കഴിഞ്ഞില്ലേ? വേറുകാരും ഈ പാലക്കാട് MLA-ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം തെരുവ് പട്ടിയുടെ പ്രശ്നം കഴിഞ്ഞില്ലേ? അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാളെ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം, പ്രത്യേക CPM-ൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. വെച്ചാൽ ബോധപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ അവസരം എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സഭ എടുക്കുന്നില്ല. UDF എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രാജേഷേ, ഈ പറയുന്ന രാഹുൽ തെരുവ് പട്ടിയാണെന്നൊക്കെ നാവിനല്ലെന്ന് കരുതി താങ്കൾക്ക് വിളിച്ചു പറയാൻ കഴിയുമെങ്കിൽ താങ്കള് ഈ നിയമസഭയിൽ താങ്കൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്നവരും അതല്ലാത്തവരുമായി AKG സെന്ററിലുള്ള കുറെ പേപ്പട്ടികളുണ്ട്. പേരുകൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം താങ്കളുടെയൊക്കെ രാജാവ്, ആ രാജാവിന്റെ ഓഫീസിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ വലിയ ഒരു പേപ്പട്ടിയുണ്ട്. ആ പേപ്പട്ടി PK ശശിയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ഈ കാലയളവിൽ AKG സെന്ററിനകത്തും ഇപ്പോൾ താങ്കളുടെ കൂടെ നിയമസഭയിൽ ഇരിക്കുന്നതുമായ ആളുകളുടെ പേരൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും KT ജലീലും P ശ്രീരാമകൃഷ്ണനും. അവിടെയും ഒതുങ്ങുന്നില്ല AK ശശീന്ദ്രനും മുകേഷും. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ആളുകൾ. പിന്നെ മുൻകാലങ്ങളിൽ താങ്കളോടൊപ്പം ഇരുന്നവർ, താങ്കളുടെ ഈ പറയുന്ന പാലക്കാട് നിന്നുള്ള PK ശശി ഒക്കെ അടങ്ങുന്ന ഒരുപാടധികം പേപ്പട്ടികൾ താങ്കളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ആദ്യം ആ പേപ്പട്ടികളെ എല്ലാം ഒന്ന് തല്ലിക്കൊല്ലാൻ നോക്ക്, എന്നിട്ട് മതി രാഹുലിന്റെ മെക്കെട്ട് കയറല്. ഈ കാര്യത്തില് MP രാജേഷിനുള്ള മറുപടി ശിവൻകുട്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. അവസരം കിട്ടുമ്പോ അയാളെ ചവിട്ടി താഴ്ത്താമെന്ന് കരുതേണ്ട. കാരണം MP രാജേഷിനെ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന അടിമകളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ രാഹുലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ വേദനകള് അത് നിങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? MP രാജേഷിനടക്കം വയറ് നിറച്ചും പിന്നെ കുറച്ചും പിന്നെയും കുറച്ചും കൊടുത്തിട്ടുള്ളവനാണ് രാഹുൽ മാങ്കൂട്ടത്തില്. ഒരവസരം കിട്ടിയപ്പോ അയാളുടെ തലയിൽ കയറാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ശിവൻകുട്ടി തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ നയം എന്താണെന്ന് ചോദിച്ചാല്, ഈ പറയുന്ന പേപ്പട്ടികളെ വരെ ചേർത്ത് പിടിച്ചവന്റെ നയമാണ്, സമീപനമാണ് ഇടതുപക്ഷത്തിനുള്ളത്. നമ്മളത് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. P ശശിയിൽ തുടങ്ങി PK ശശി മുതൽ ഇങ്ങ് തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ഗണേഷ് കുമാറും KT ജലീലും P ശ്രീരാമകൃഷ്ണനും പിന്നെ മുകേഷും, അങ്ങനെ അവസാനം മുകേഷിലെത്തി നിൽക്കുന്ന ആ കഥകള്, ആ പേപ്പട്ടികളുടെ കഥകള്, ആ പേപ്പട്ടികളെ ചേർത്ത് പിടിച്ചവരാണ് രാഹുലിനെതിരെ തിരിയാൻ നിൽക്കുന്നത് എന്ന് ആലോചിക്കുക. കൈയില്ലാത്തവന് വിരലില്ലാത്തവന്, മനസ്സിലായില്ലേ? അത് തന്നെ, കൈയില്ല, വലത്തെ കൈയുമില്ല, ഇടത്തെ കൈയുമില്ല. അവനാണ് ഒരു വലത്തെ കൈയിന്റെ വിരലില്ലാത്തവനെ ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്. MP രാജേഷിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ അറിയാം. MP രാജേഷിനൊക്കെ കിട്ടിയത് രാഹുലിന്റെ കയ്യിലാ. അതൊക്കെ ഇപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കല്ല് വീണതുപോലെ MP രാജേഷിന്റെ നെഞ്ചത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ചൊറിച്ചിൽ MP രാജേഷിന് ഉണ്ടെന്നറിയാം. പക്ഷേ MP രാജേഷ് ഒന്നും മനസ്സിലാക്കാതെ പോയത്, ഇത് ഇപ്പുറത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. കിട്ടിയതൊന്നും കൊടുക്കാതെ, തിരിച്ചു കൊടുക്കാതെ മുന്നോട്ട് പോയ ശീലം രാഹുലിനില്ല. അതുകൊണ്ട് രാജേഷ് വല്ലാതെ അങ്ങ് അർമാദിക്കണ്ട. വരട്ടെ, ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, നമുക്ക് കാണാം കേട്ടോ. രാഹുലിന്റെ വായിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് താങ്കൾ ചോദിച്ച് മേടിക്കാനാണ് താങ്കളുടെ താല്പര്യമെങ്കിൽ സാധാരണ ചോദിക്കാതെ തന്നെ കൊടുക്കേണ്ടത് കൊടുത്താണ് രാഹുലിന്റെ ശീലം എന്ന് ഓർമ്മിപ്പിച്ചു വെക്കുകയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം എന്റെ രാജേഷേ, ഇനി ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നമുക്ക് അവിടെ നിർത്താം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്റെ രാജേഷേ, ഈ പറയുന്ന രാജേഷ് മന്ത്രിസഭയിലെ വ്യക്തിയാണല്ലോ, രാജേഷിന്റെ രാജാവ് ആണല്ലോ ആഭ്യന്തരമന്ത്രി. ഈ ആഭ്യന്തരമന്ത്രി വഹിക്കുന്ന മന്ത്രി രാജാവായിരിക്കുമ്പോ
ആ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ്, ആ കേസില് ഇന്ന് വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ അത്രത്തോടെ എത്തണം എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നും വേണ്ട. രാഹുലിനെ ഒന്ന് മിനിമം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒന്ന് അതെങ്കിലും പറയുന്നേ, നിങ്ങൾ ഒന്നും ഒരു തെളിവില്ലെങ്കിലും ജസ്റ്റ് രാഹുലിനെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞൊന്ന് വിളിച്ചു വരുത്തെങ്കിലും ചെയ്യുന്ന അവരോട് പറ. അതിനു പോലും കഴിയാത്തത് എന്തുകൊണ്ടാ? അറസ്റ്റ് ചെയ്യണ്ട, ഒന്ന് വിളിച്ചു വരുത്തി അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന രാഹുലിനെ ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് വിളിച്ചു വരുത്താൻ പറ അന്വേഷണ ഉദ്യോഗസ്ഥരോട്. താങ്കൾ മന്ത്രിയല്ലേ, ആ ഒരു സ്വാധീനം വെച്ചുകൊണ്ട് അതെങ്കിലും ചെയ്തൂടെ അല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ മുകേഷ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പേപ്പട്ടിയാണല്ലോ. ആ മുകേഷ് എതിരെ ഈ പറയുന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോ മുകേഷ് ആദ്യം തന്നെ എന്താ ചെയ്തേ? മുകേഷ് ആദ്യം തന്നെ മുങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംരക്ഷിച്ചു, നിങ്ങൾക്കറിയാമായിരുന്നു മുകേഷ് എവിടെയുള്ളത് എന്ന്. ഓക്കെ, അത് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. മുകേഷ് മുങ്ങിയിട്ട് നേരെ ഹൈക്കോടതിയിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയില് കൊടുത്തു അല്ലേ? എന്നിട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയതിന് ശേഷമാണ് മുകേഷ് പുറത്തു വരുന്നത്. എന്നിട്ട് പോലും ആന്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ടായിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആന്റിസിപ്പേറ്ററി ബെയിൽ ഉള്ളത് കൊണ്ട് മാത്രം അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി പുറത്തു വിടുന്നു, ജാമ്യത്തിൽ വിടുന്നു. ഇതാണല്ലോ മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇനി രാഹുലിന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിക്കുക. രാഹുലിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ട് ഈ ആരോപണങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ രാഹുൽ ഏതെങ്കിലും കോടതിയിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ ഇനി നിമിഷം വരെ പോയിട്ടുണ്ടോ? ഈ നിമിഷം വരെ എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി നിങ്ങൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പോലീസ് ഹൈദരാബാദിൽ പോകുന്നു, ബാംഗ്ലൂരിൽ പോകുന്നു, ആശുപത്രിയിൽ പോകുന്നു, ക്ലിനിക്കിൽ പോകുന്നു, ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങളുടെ പോലീസ് തെളിവൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്നു, നിങ്ങളുടെ ഈ പറയുന്ന ആളുകളുടെ മൊഴിയെടുക്കുന്നു, മറ്റേ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നു, ഒക്കെ ചെയ്തിട്ട് മെറ്റക്ക് കത്തെഴുതുന്നു, മെറ്റ തെളിവുകൾ കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് എന്തേ ഇപ്പോഴും രാഹുലിനെ ഒന്ന് വിളിച്ചു വരുത്തി ഒന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്തത്? രാജേഷേ, മന്ത്രിയല്ലേ, പറ, ഉദ്യോഗസ്ഥരോട് പറ. ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തേ രാഹുലിനെ ചോദ്യം ചെയ്യാത്തത്, അതുകൊണ്ട് രാഹുലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട് പറ. മന്ത്രിയല്ലേ, മന്ത്രി പറഞ്ഞാൽ കേൾക്കാതിരിക്കുവാ? നിങ്ങളല്ല ഭരിക്കുന്നത്. അപ്പോ അതെങ്കിലും ചെയ്തുകൂടെ രാജേഷേ? ചെലക്കുന്നു എന്നിട്ട് കിടന്നിട്ട് ഒരു ഉളുപ്പും മാനവും നാണവും നെറികേടും മര്യാദയും ഇല്ലാതെ നാവിന് എല്ലില്ലെന്ന് കരുതി ചെലക്കുകയാണോ രാജേഷേ? തന്നതൊക്കെ അതിന്റെ ഡബിൾ പലിശ അടക്കം തിരിച്ചു കൊടുത്തിട്ടേ ശീലമുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട രാജേഷ്, മനസ്സിലായില്ലേ? അതോടൊപ്പം രാഹുൽ തെരുവ് പട്ടിയാണെങ്കിൽ പേപ്പട്ടികളെ കൂടെ കൂട്ടിയിട്ടാണ് നടക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം താങ്കൾക്കുണ്ടാവുന്നത് നല്ലതാണ് മിസ്റ്റർ രാജേഷ്, മനസ്സിലായില്ലേ? പേപ്പട്ടികളാണ് ചുറ്റുമുള്ളത് എന്നുള്ള ആ പേപ്പട്ടി എപ്പോഴാ താങ്കളെയും കടിക്കുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പേപ്പട്ടി എങ്ങനെയാണ്? പിടിച്ച പട്ടിക്ക് ഈ പോത്തിന്റെ കാതില് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? അതുപോലെയാ, പേപ്പട്ടിയാണ് കൊണ്ട് നടക്കുന്നത്, പേപ്പട്ടിയാണ്. എപ്പോഴാണ് തിരിഞ്ഞു കടിക്കുക എന്ന് പറയാൻ ഒക്കില്ല. അതുകൂടി ഒന്ന് ബോധ്യത്തിൽ ഉണ്ടാവുന്നത് നല്ലതാ. കാരണം കടി കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് രാജേഷ്, ഈ പേപ്പട്ടികളെ കൊണ്ട് നടക്കുമ്പോൾ ആ പേപ്പട്ടികൾ തിരിഞ്ഞു കടിക്കാതെ അത് സൂക്ഷിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ടത് രാജേഷിന്റെ ആവശ്യമാണ്. പേപ്പട്ടികൾക്ക് ഇപ്പോ ആരെ കടിച്ചാലും ഇല്ലെങ്കിലൊന്നും പേപ്പട്ടികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ കടി കിട്ടിയാല് അത് ഈ പറയുന്ന രാഹുലിന്റെ കയ്യിൽ നിന്ന് കിട്ടും പോലെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് കണക്കെ അവിടെ ഉണ്ടാകുമെന്നുള്ള ഓർമ്മ രാജേഷിന് ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു മന്ത്രിയാണ് പോലും, എന്ത് മന്ത്രിയല്ലേ? ഇതൊക്കെ സംസ്കാരമുള്ളവനോടല്ലേ ഇതൊക്കെ പറയേണ്ടത് നമ്മള്? ഇതൊന്നും ഇല്ലാത്ത ഒരു സംസ്കാര ശൂന്യനായ ഒരു വ്യക്തിയോട് എന്ത് വേദം? പോത്തിനോട് എന്ത് വേദം? അതല്ലേ, പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. പേപ്പട്ടിയെ തലയിൽ കൊണ്ട് നടക്കുന്നവനോട് നമ്മൾ എന്തിനാ തെരുവ് പട്ടിയുടെ കാര്യം പറയുന്നത്? മനസ്സിലായില്ലേ? ഇത്രയും അതപ്പതിച്ച, ഇത്രയും നെറികെട്ട ഒരുത്തൻ
മന്ത്രി കസേരയിൽ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രാജാവിന്റെ കുഴലൂത്തുകാരനായതുകൊണ്ട് മാത്രം മന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ. അതിനപ്പുറത്തേക്ക് കഴിവുകളാണ് മാനദണ്ഡമെങ്കിൽ സീറോ. ആ കസേര സ്വപ്നങ്ങൾ മാത്രമാകുമായിരുന്നു. ഇത് രാജാവിന്റെ കുഴലൂത്തുകാരിൽ മുന്നിൽ നിൽക്കുന്നവൻ, രാജാവിന്റെ മുന്നിൽ മുട്ടിലടയുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവൻ, ഇതൊക്കെയാണ് കൺസിഡറേഷൻ. ആ കൺസിഡറേഷൻ അതാണ് ഈ പറയുന്ന ക്രൈറ്റീരിയ. അതായതുകൊണ്ട് മാത്രം കുഴലൂത്തുകാരനായതുകൊണ്ട് മാത്രം മന്ത്രി കസേരയിൽ എത്തിയ രാജേഷാണ് പേപ്പട്ടി തെരുവൊട്ടി എന്നൊക്കെ പറയുന്നത്. പക്ഷേ രാജേഷിന്റെ കൂടെയുള്ളവരോ ഈ പറയുന്ന ഒന്നാന്തരം പേപ്പട്ടികൾ, കടിച്ചു കീറിയവന്മാർ. ആരൊക്കെയാ? PK ശശി, P ശശി, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ. പിന്നെ അങ്ങോട്ട് പോയാൽ KT ജലീലും AK ശശീന്ദ്രനും ഗണേഷ് കുമാറും പിന്നെ അവസാനം മുകേഷിലെത്തി നിൽക്കുന്ന ആളുകൾ എല്ലാവരും AKG സെന്ററിന്റെ സംരക്ഷണത്തിൽ ഇങ്ങനെ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നവർ. അതുകൊണ്ട് രാജേഷെ, ഇനിയും കുഴലൂത്തുവാനും മുട്ടിലിഴയുവാനും ഇനിയും സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതേണ്ട രാജേഷെ. കാലങ്ങൾ അതിവിദൂരമല്ലാത്ത രീതിയിൽ രാഹുലിന്റെ കയ്യിൽ നിന്നുള്ള മറുപടി താങ്കൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് താങ്കൾക്ക് കിട്ടിയതിന്റെ ഒരു ചൊറിച്ചിലാണല്ലോ താങ്കൾ ഇപ്പൊ തീർത്തത്. കുഴപ്പമില്ല, ഇനിയും തരാൻ രാഹുലുണ്ട്, തന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.